റന ഫാത്തിമയും സരികയും തമ്മിൽ നേർക്കുനേർ. സത്യം പറഞ്ഞാൽ ബിബി ഹൗസിൽ ഇപ്പോൾ ഉള്ള ഹൗസ്മേറ്റ്സിന് കണ്ടന്റുകളൊന്നുമില്ല. എന്നാൽ റീ എൻട്രി ആയ എക്സ് കണ്ടസ്റ്റൻസുകൾ തമ്മിലാണ് ഇപ്പോൾ ഫൈറ്റുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. സരികയും റന ഫാത്തിമയും ആദിലയും ടീമുമെല്ലാം ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ റന ഫാത്തിമ ചോദിച്ചു, ദിലീപേട്ടന് ഫുഡെല്ലാം ഉണ്ടാക്കാൻ അറിയോ എന്ന്. ഈ സമയം സരിക പറഞ്ഞു, ദിലീപേട്ടന് ഒരു കട്ടൻ പോലും ഇടാൻ അറിയില്ല എന്ന്. ഇത് കേട്ട ഉടനെ തന്നെ റന ഫാത്തിമ ദിലീപേട്ടൻ ഒരു ഡാഷ് ആണോ എന്നൊരു ചോദ്യം ചോദിച്ചു. അത് ബീപ്പിട്ടത് കൊണ്ട് എന്താണ് എന്നുള്ളത് വ്യക്തമായി കേട്ടില്ല. ഒരു പക്ഷേ പോങ്ങനെന്നോ കിഴങ്ങനെന്നോ ആണെന്ന് തോന്നുന്നു. സരിക മറ്റുള്ള ഹൗസ്മേറ്റ്സിനോട് കാര്യങ്ങൾ പറയുമ്പോൾ സരികയുടെ ലിപ് മൊമെന്റ് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് എന്നുള്ളത് എനിക്ക് വ്യക്തമായി അറിയില്ല. ഇവരുടെ ഈ സംസാരം മുഴുവൻ നടന്നിരുന്നത് മൈജി കോർണറിലായിരുന്നു. ഇതിനിടയിൽ സരിക കരഞ്ഞുകൊണ്ട് മേക്കപ്പ് റൂമിലേക്ക് ഓടുകയായിരുന്നു. പിന്നാലെ ഹൗസ്മേറ്റ്സും പോയി സമാധാനിപ്പിച്ചു. റന ഫാത്തിമ പോയി പറഞ്ഞു, ചേച്ചി ഈ നിസാര കാര്യത്തിനെല്ലാം കരയുകയാണോ എന്ന്. ഇത് കേട്ടതും സരികയ്ക്ക് ട്രിഗർ ആവുകയായിരുന്നു. സരിക പറഞ്ഞു, വല്ലവരുടെയും ഭർത്താക്കന്മാരെ ഇങ്ങനെയെല്ലാം വിളിക്കുന്നത് ശരിയാണോ എന്ന്. നീ അങ്ങനെ വിളിച്ചത് എനിക്ക് വളരെയധികം വിഷമമായി എന്നിങ്ങനെ പല കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ റന ഫാത്തിമ പറഞ്ഞു, അത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ലേ, നമ്മൾ ഇതുപോലെ എന്തൊക്കെ തമാശകൾ പറയാറുണ്ട്, അപ്പോൾ അതൊക്കെ സീരിയസ് ആക്കി എടുക്കാൻ പറ്റുമോ എന്നെല്ലാമായിരുന്നു റന ഫാത്തിമ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ സരിക പറഞ്ഞു, നിനക്ക് എല്ലാം തമാശയാണ്. ഞാൻ നിന്റെ അടുത്ത് നിന്ന് മുഖം പോലും കൊടുക്കാതെ മാറി നടക്കുകയായിരുന്നു. കാരണം നിന്റെ വായിൽ നിന്ന് എന്തൊക്കെയാണ് വരിക എന്നുള്ളത് ഊഹിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നീ ഇരിക്കുന്നിടത്ത് നിന്ന് മാറിയിരിക്കുന്നതെല്ലാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സരിക വിളിച്ചു പറഞ്ഞു. ഇത് റനയെയും ട്രിഗറാക്കി. ഇത് കേട്ടപ്പോൾ റന പറഞ്ഞു, ഇന്നലെ അപ്പോൾ ചേച്ചി എൻ്റെ വീട്ടുകാരെ വിളിച്ചില്ലേ, ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ ചേച്ചി അത് ആലിബിനോട് പോയി പറയും എന്നിങ്ങനെ പറഞ്ഞില്ലേ, അപ്പോൾ ഞാനൊരു ഇഷ്യൂ ആക്കേണ്ടതല്ലേ, എന്തിനാണ് ചേച്ചി ഇതുപോലെ നിസ്സാരമായ കാര്യങ്ങൾക്കെല്ലാം പ്രശ്നമുണ്ടാക്കുന്നത് എന്നിങ്ങനെയായിരുന്നു റന പറഞ്ഞത്. അപ്പോൾ സരിക പറഞ്ഞു, ഞാൻ പറഞ്ഞതും നീ പറഞ്ഞതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ നിന്റെ ആലിബിനെ ഡാഷ് എന്ന് വിളിച്ചോ? നീയല്ലേ എൻ്റെ ഭർത്താവിനെ അങ്ങനെ വിളിച്ചിട്ടുള്ളത്? അതെ, നിന്നോട് ഇന്നലെ സംസാരിക്കുമ്പോൾ ഞാൻ ആലിബിനോട് പോയി പറയുവാൻ പറഞ്ഞു. അതെന്താണ് കാര്യം? നീ എന്നോട് വന്നപ്പോൾ തൊട്ടിട്ട് വളരെ മോശമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നീ എന്നെ പല തവണയായി 3 ആഴ്ച കൊണ്ട് എവിക്റ്റായി പോയതല്ലേ എന്ന് പറയുന്നത്. അത് ഇങ്ങനെ കേട്ട് കേട്ട് മടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് നീ വീണ്ടും വന്ന് ആ കാര്യം പറഞ്ഞപ്പോൾ നീ നിന്റെ ആലിബിനോട് പോയി പറയ് എന്ന് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ മറ്റുള്ള ഹൗസ്മേറ്റ്സ് എല്ലാവരും റനയോട് പറഞ്ഞു, നീ അങ്ങനെ ഒരിക്കലും പറയരുത്. കാരണം ഇവിടെ നിന്ന് എവിക്റ്റായി പോകുന്നവർക്ക് എത്രമാത്രം വിഷമമുണ്ടാകും. അപ്പോൾ ഈ 3 ആഴ്ചൻ്റെ കണക്ക് നീ പറയുന്നത് വളരെ മോശമാണെന്ന് പറഞ്ഞ് റന ഫാത്തിമയെ തിരുത്താൻ ശ്രമിച്ചു. റനയും സരികയും നല്ലൊരു ഫൈറ്റിംഗ് തന്നെയാണ് നടന്നിട്ടുള്ളത്. റനയോട് പിന്നെ സരിക മിണ്ടാൻ പോയിട്ടില്ല. ഇതിനുശേഷം റന ഒരു ഭാഗത്ത് നിന്ന് പൊട്ടിക്കരയുകയായിരുന്നു. കാരണം ഓൾറെഡി റനയ്ക്ക് ഒരു പേരുദോഷമുണ്ട്, മൂത്തവരെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളത്. അത് വീണ്ടും വന്നിരിക്കുന്നു എന്നുള്ള ഒരു പേടി കൊണ്ട് റന ഫാത്തിമ കരയുകയായിരുന്നു. സരികയും മറ്റുള്ളവരോട് പറഞ്ഞു, മൂത്തവരോട് ഒട്ടും ബഹുമാനമില്ല, എന്തൊക്കെയാണ് ആ വായക്കൂടെ വിളിച്ചു പറയുന്നത് എന്നുള്ള ഒരു ബോധം പോലുമില്ല എന്നൊക്കെയാണ് സരിക റനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പൊതുവെ സരികക്ക് ഭർത്താവിനെ കുറിച്ച് ആരെങ്കിലും പറയുന്നത് അത്രയ്ക്കും രസിക്കാത്ത കാര്യമാണ്. ഇന്നിപ്പോൾ ഭർത്താവിനെ ഈ രീതിയിൽ റന പറഞ്ഞപ്പോൾ അത് ഒട്ടും താങ്ങാനായില്ല. എല്ലാവരും രണ്ടുപേരെയും സമാധാനിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ബിബിയുടെ അപ്ഡേറ്റ്സ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.